എന്തോന്ന് ജടയടി ഇത്? കുളിക്കയില്ല, നനയ്ക്കയില്ല. എന്തോന്നപ്പച്ചി എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കും? എങ്ങനെ കെട്ടി ഒതുക്കും ഞാൻ? തലയിൽ എണ്ണയും തേക്കൂല. കുളിച്ച ലക്ഷണമൊന്നും ഇല്ലടി ഇത്. എണ്ണയൊന്നും ഒന്നും തേക്കാൻ പാടില്ല അമ്മ. കുളിക്കാറുമില്ല, അത്രേ ഉള്ളൂ. ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ കുളിക്കല്ല, പല്ലും തേക്കൂല. ദിവസം 2 നേരം കുളിക്കുന്ന ആളാണ് ഞാൻ. ഓ 2 നേരം നീ കുളിക്കും? എത്ര നേരം? 2 നേരം. ഒത്തു നോക്കി പറ. 2 നേരം ഇല്ലെങ്കിലും 1 നേരമെങ്കിലും ഞാൻ കുളിക്കും. നീ ഒന്നുകൂടെ ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. വളരെ ചക്കപ്പോത്ത് പോലെ. ഇല്ലായിരുന്നെങ്കിൽ എണ്ണ തേപ്പിച്ച് ഞാൻ കുളിപ്പിക്കായിരുന്നു. ഞാൻ കെട്ടിക്കോളൂ. കോലത്തരാടി. അയ്യോ, ഇതെന്തോന്ന് കലാരൂപം? അതിനെ കറഞ്ഞൂടായോ? എടാ, ഇത് കേരളീയ സ്ത്രീകള് നൂറ്റാണ്ടായിട്ട് ആചരിച്ചു വരുന്ന ഒരു കലാരൂപമാണ് മുടിയാട്ടം. അവള് പലതരം വേന്തരിക്കുന്ന ആട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നീ ഡാൻസ് ചെയ്യൂല്ലേ? ചുമ്മാ ഡാൻസ് കളിക്കും. വെള്ളം പറയത് കുഞ്ഞളിയാ, ഒരു ദിവസം നീ എന്നെ ഡാൻസ് പഠിപ്പിച്ചില്ലായിരുന്നു? അത് എക്സസൈസ് അല്ലേ? അല്ല, ഡാൻസ് പഠിപ്പിച്ചിരുന്നു. ഇല്ല അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ അറിയാം. നമ്മൾ ഒരുമിച്ച് ഒരു ടീച്ചറിന്റെ അടുത്താണ് ആക്കിയത്. ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി. രാമേട്ടൻ കുറെ വർഷം പഠിച്ചു തന്നല്ലേ? കുറച്ച് പഠിച്ച്. ഡാൻസ് ചെയ്യടാ. ഇപ്പഴാ ചുമ്മാ അല്ല, കളി രാമേട്ടാ. എനിക്ക് ഒറ്റയ്ക്കും പോരാ. ഇവിടെ തരാം. എന്തിനും പോന്ന അവള് കളിക്കോ? പിന്നെ എന്നാ ഞാൻ കളിക്കും. എന്നാ നമുക്ക് ഡാൻസ് കളിക്കാം. ബാ. കളിയോ? ഓ അടിപൊളി. പാട്ടിട്ട് നിങ്ങൾ പാടി കളിച്ചാൽ ഞാൻ പാടിത്തരാം. മറ്റേ പാട്ടില്ലേ, നമ്മൾ ആദ്യത്തെ പാട്ട്. തെയ്യം കാട്ടിലെ തക്കാളി കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് വെച്ചു. മറ്റേ കല്ലല്ലാന്ന് ആക്കുമ്പോണ്ടല്ലോ, കല്ലല്ല അല്ല അല്ല കല്ലല്ല മണ്ണല്ല കൽക്കണ്ടം കൊണ്ടൊരു വീട് വെച്ചു. അത് നീ പാടിക്കോ, പക്ഷെ അത് വേണ്ട, വേറെ ഏതെങ്കിലും കളിക്കും. ഇവൻ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നു. പണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു കല്യാണം വന്ന, ഒരു റിസപ്ഷൻ വന്ന, രാമേട്ടന്റെ ഡാൻസ് മസ്റ്റ് ആണ്. ഉണ്ണിമാമൻ അച്ഛൻ അനൗൺസ് ചെയ്യാൻ അടുത്തെന്റെ മോന്റെ ഡാൻസ് ആണ്. അതോടെ ആൾക്കാരെല്ലാം പിരിഞ്ഞു. അല്ല, നല്ലതായിട്ട് കളിക്കും. കളിക്കടാ. മറ്റേ ഡാൻസ് കളി. നമ്മുടെ ഡാൻസ് പറഞ്ഞ ആദ്യം പറഞ്ഞത് മണിച്ചിത്രത്താഴത്തെ നാഗവല്ലിയുടെ. ഇവള് കളിക്കും കൂടെ, ഇവളും പഠിച്ചിട്ടുണ്ട്. എവിടെ കൊണ്ടുപോയി അമ്മ കൊണ്ടുപോയി കളിപ്പിക്കുന്ന ഡാൻസ് ആണ്. വാ നീ വാ കളിക്കാം. എനിക്ക് സ്റ്റെപ്പ് പറഞ്ഞൂടാ. പിന്നെ സ്റ്റെപ്പ് എല്ലാം കാണാ പാടോണ സ്റ്റെപ്പ്. പോയി കളിയടി. പാട്ടിട്ട് ഇല്ലേ, ഞാൻ പാട്ട് വെച്ചരാം. അടിപൊളി. അങ്ങനെ രാമൻ രാമനാഥനായി. അതെ, നാഗവല്ലി ആണല്ലോ പണ്ടേ. എന്നെ കൊച്ചു നാഗവല്ലിയൊന്നുമല്ല. കളിക്കേണ്ടത് ഇന്നൊന്നും പറഞ്ഞില്ല, ഇഷ്ടപ്പെട്ടില്ലേ? രാമേട്ടൻ ഡാൻസ് കളിക്കുന്ന എനിക്കറിയാലോ. എന്നാലും കൊച്ചു കളിച്ചില്ലേ, നീ പറഞ്ഞുകൂടി. മര്യാദക്ക് പറ. നിന്റെ വായിന്ന് കേൾക്കാൻ വേണ്ടിയില്ല അവൻ ചോദിക്കുന്നത്. സൂപ്പറായിരുന്നു. അല്ല അളിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ പാട്ടും കൂത്തും ഡാൻസും ആയിട്ട് നിന്നാ മതിയോ? ഇവരുടെ കല്യാണം പെട്ടെന്ന് നടത്തണ്ടേ? അല്ല, അത് പിന്നെ പെട്ടെന്ന് നടത്തണ്ടേ? ഇവനെ തിരിച്ചു പോണ്ടേ? എവിടെ പോവാ? അല്ല, ദുബായിക്ക് പോണ്ടേ നിനക്ക്? ഓ ദുബായ്. ദുബായ് പോണം. ഒന്നാമത് അറബികളൊക്കെ ഇവിടെ കാത്തിരിക്കുകയും എന്താണ് പുതിയൊരു ഡീല് സംസാരിക്കാൻ. പെട്ടെന്ന് എല്ലാം കഴിച്ചാൽ അങ്ങ് പോവായിരുന്നു. ഞാനേ അമ്മയടുത്ത് കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ അമ്മ വന്ന് ഞാൻ ഉടനെ ഒരു തീരുമാനം എടുക്കണം. കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്താം. നിങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് വേണം എനിക്ക് സദ്യ കല്യാണം കഴിക്കും. സദ്യ കുറെ നാളെ ഞാൻ കഴിച്ചിട്ട്. അവർക്ക് കഴിക്കണ കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കഴിച്ച് നടന്നോ? അതാ, നിങ്ങൾ കല്യാണം കഴിച്ചാലേ അവൾക്കെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ സദ്യ. ഉടനെ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കണില്ലല്ല, അങ്ങോട്ട് ചൂടില്ലല്ലോ. എന്തോ പറയണെങ്കിൽ മുഖത്തോക്കി പറയണം കേട്ടോ. പറയണെങ്കിൽ മുഖത്തോക്കി പറയണം കേട്ടോ. പെട്ടെന്ന് നടത്തിയാ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പണ്ട് എന്തൊരു ഗുരുതക്കാരായിരുന്നു അല്ലേ? ഡാൻസ് കൊള്ളായിരുന്നല്ലേ? അതെ, നീ കൊറേ വിഷമിച്ചെങ്കിലേ എന്തായാലും നല്ലൊരു ലൈഫ് കിട്ടാൻ പോവല്ലേ? അത് ശരിയാണ്. നീ ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ കല്യാണം ഒന്ന് ആലോചിക്കുമ്പോഴേ പുറകിന്ന് മറ്റേ പാട്ട് കേൾക്കുന്നത്, ഗുലുമാൽ പാട്ട്.
അവനവൻ കുഴിക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ ഗുലുമാർ അവാർഡാ. സത്യമായിട്ടും കേൾക്കുന്നു. എനിക്ക് തോന്നണാടി. അല്ലടി, അന്ന് ചിലപ്പം തോന്നണായിരിക്കും ഈ ചൂടുവെള്ളത്തിന് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയില്ലേ. എനിക്കിപ്പോ അതേ അവസ്ഥ. ചൂടുവെള്ളം ഏത് പച്ചവെള്ളം ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്നും ഇല്ലടി, നമുക്ക് തോന്നണാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടാ, പ്രശ്നമൊന്നുമില്ല. എടി കറി ഒന്നും ഉണ്ടാക്കിയില്ല, അവിടെ തലയിലും പിടിച്ചോണ്ടിരുന്നിട്ട്. ഒരു പാത്രം എടുത്തിട്ട് മണി, എനിക്ക് ഭയങ്കര ക്ഷീണം, കിടക്കണം. ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്. ഇടി നീ ഉള്ളി മുറിച്ചിരുന്നാണ് ഞാൻ വിചാരിച്ചത്. ബാക്കി കുറച്ച് ക്യാബേജും കൂടെ മുറിക്കാണ്ടായിരുന്നു. നീ അരി, ഞാൻ ഒന്ന് പോയി കിടന്നിട്ട് വരേ. ഇടി ജോലിക്കള്ളി. ഓ ഉണ്ടൂലേ? എന്താ എന്തോന്ന് പറഞ്ഞ ഇവിടെ ഇരി. എന്റെ ചിന്നു, നിന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ ഞാൻ ഇവിടെ തപസിരിക്കാണ്. ഞാൻ താടി വളർന്നു. എന്തോന്നാ അങ്ങനെ പറയാൻ? ഇത് ക്യാപ്സ്യൂളാക്കി വായിൽ വെച്ചെന്ന് വെള്ളം ഒഴിച്ചു തരാൻ പറ്റൂല. ഇരുന്ന് സംസാരിക്കാനെന്ന്. ഇപ്പൊ സംസാരിക്കാം. അങ്ങനെ ഇവിടെ അങ്ങനെ പെട്ടെന്ന് സംസാരിക്കാനും പറ്റില്ല. നമ്മള് കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ. കാര്യം പറയട്ടെ. എന്ത് മക്കളെ? എന്ത് അങ്കിളെ, അങ്കിളിനെ അവിടെ ഒന്നും കണ്ടില്ല, അതെങ്ങ് വന്ന് തന്നെ. എനിക്കൊരു കാര്യം പറയണ്ടേ. നമുക്കേ ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങണം. മതിയോ? ഡാൻസ് പറഞ്ഞാ മതിയോ? കൊട്ടും കുറവൊന്നും വേണ്ടേ? കൊട്ടും കുറവ് വേണ്ട. നിന്നെ ഡാൻസ് ട്രൂപ്പ് ഞാൻ അയ്യോ അങ്കിൾ എന്താ സ്നേഹം? നമുക്ക് ഡാൻസ് ട്രൂപ്പ് തുടങ്ങിയിട്ട് ആദ്യം അതിനൊരു പേരിടണം. ഇതെല്ലാം ഇപ്പൊ ചെയ്യണം. ഇപ്പൊ നമുക്ക് പേര് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡാൻസ് ട്രൂപ്പ് തുടങ്ങണം. എന്നിട്ട് നമുക്ക് വിദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രോഗ്രാം പഠിക്കണം. എന്നിട്ട് അവിടെയൊക്കെ പോയി പരിപാടി അവതരിപ്പിച്ച് നമ്മള് പിന്നെ ഓരോ കൊറേ സമയം എടുക്കും. നിനക്ക് ഡാൻസ് ഗ്രൂപ്പ് തുടങ്ങി അതിന് പേരിട്ട് അത് രജിസ്റ്റർ ചെയ്ത് പണ്ടാരം അടങ്ങിയിട്ട് അതിൽ നീ വിദേശത്ത് ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ പോണ്ട. പിന്നെ എന്തിനു മക്കളെ നീ ഇപ്പൊ വന്നത്? ചുമ്മാ ഇത് പറയാ. എനിക്ക് ഇപ്പോഴാണ് ഐഡിയ കിട്ടി. ഞാനായിട്ട് വരുത്തിയതാണ്. പിന്നെ ചിന്തു, നമ്മളെ നേരത്തെ കഴിച്ച പരിപ്പോടാ. ഞാൻ നടക്കാൻ പോയിട്ടൊന്ന് വാങ്ങിച്ചോണ്ടെന്ന്. പരിപ്പോടാ അടിപൊളിയായിരുന്നടി. നല്ല ടേസ്റ്റ്, കരിമ്പുരുമുരാന്നിരുന്നേ. എനിക്ക് തരാത്തെന്ത്? സൂപ്പറായിരുന്നു. മക്കൾക്ക് കൊടുത്തില്ലല്ലേ? ചിന്നു നമ്മള് എന്താന്നറിയാമോ സംഭവം? നമ്മളെല്ലാരും കൂടെ വാങ്ങിച്ചു. നീ സമാധാനപ്പെട്, ഞാൻ പറയട്ടെ. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. കൊണ്ടുവന്ന് തുറന്നപ്പോ കഷ്ടകാലത്തിന് ഞാനും ചിന്നു റിങ്ക് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഒന്നിടത്ത് രണ്ടിടത്ത് അങ്ങ് തീർന്നു പോയി മക്കളെ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. സാധാരണ ഇത് തുറക്കുമ്പോഴേ നീ മണം അടിച്ച് വരേണ്ടതാണ്. എന്ത് പറ്റിയ ഒരു കാര്യം ചെയ്യോ? നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോഴേ ആ വളവിലൊരു ചായക്കടയിൽ ഇടത് സൈഡില് താടി മാമച്ചീര, അത് തന്നെ അങ്ങേരെ കടയിലുണ്ട്. നീ തീർന്നോ എന്തോ? അങ്കിള് പോയി മേടിച്ചോണ്ടോ? എനിക്കും കൂടെ ഞാൻ പോയി വാങ്ങിക്കണം. ഒരു കാര്യമുണ്ട്, ഞാൻ പോയി വാങ്ങിച്ചോണ്ടരാ. ഞാൻ അവിടെ നിന്ന് പൊതിയും കൊണ്ട് വരുമ്പോഴേ ഇറങ്ങി മോളിൽ നിന്ന് വിളിച്ചിട്ട് വരുമ്പോഴല്ലേ എനിക്ക് കൊണ്ടാ. പിന്നെ നിനക്ക് കിട്ടൂല. ഒരെണ്ണം കിട്ടിയാ മതിയോ? രണ്ടെണ്ണം മതിയോ? എനിക്ക് ഒരുപാട് വേണം. എന്നാ ചെറിയൊരു ഐഡിയ ഉണ്ട്, ഞാൻ വേണേ പറഞ്ഞു തരാം. ഞാൻ പൈസ തരാം, മക്കൾ തന്നെ പോയി വാങ്ങിച്ചിട്ടോ. അപ്പൊ നിന്റെ ആരും ചോദിക്കില്ലല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവരണല്ലേ, അവിടെ കഴിച്ചിട്ട് മതി. അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നാൽ പൈസ ഞാൻ തരും. എന്നാ കൊണ്ടുപോയി, ചുളുക്കി കൊണ്ടുപോലും നേരെ തന്നെ കൊണ്ടുപോയി. ഇപ്പൊ തന്നെ കൊണ്ടുപോ. ഇത്രേ ഉള്ളോ? വേണ്ട വേണ്ട. കണ്ട പോയിട്ടോ. സന്തോഷത്തോടെ പോണം. ചൂടാണെങ്കിൽ 6 വരാവൂ. പാവം അല്ലേ നിനക്ക്? ഇവിടെ ഉള്ള എല്ലാരും ഇവിടുത്തെ കാക്ക വരെ പാവമാണ്. നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു പാവം തോന്നണില്ല. ഇന്നലെ 12ാമത്തെ വയസ്സോട്ട് ഞാൻ തുടങ്ങിയതാണിത്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് സിനിമയ്ക്ക് പോവാം. എന്തോ
സിനിമ എടുക്കാനല്ല, പിന്നെ സിനിമയ്ക്ക് കാണാൻ പോവാന്ന്. നാട്ടുകാർ അറിഞ്ഞ പ്രശ്നവും ആരെങ്കിലും കാണും, നാണക്കേട്. അയ്യേ വേണ്ട. അയ്യേ എന്നാ ഒരു സിനിമ കാണാൻ പോകാനായിട്ട് ഇത്ര എക്സ്പ്രഷനാ ചിന്നു? ഒരു 50 എക്സ്പ്രഷൻ ഇവിടെ. ഞാനേ അയ്യേ ആളുകൾ കാണും. എന്തോന്ന് സംഭവം? നമുക്കേ ട്രിപ്പ് പോവാ. ട്രിപ്പ് പോവാ. മതി മതി തെറ്റി. ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. ട്രിപ്പ് പോവാ, നമുക്ക് പോവാം. ഞാനേ എവിടെ പോണം? വർക്കല കണ്ടിട്ടില്ല. വർക്കല കണ്ടില്ലേ? വർക്കല പോവാം. പക്ഷെ എങ്ങനെ മുങ്ങും ഇവിടെ നിന്ന്? അതല്ലേ ഇവിടെ നിന്നൊന്ന് എങ്ങനെയെങ്കിലും ഊരിക്കൊണ്ട് പോവാ. എന്തൊരു പാടെന്നറിയാമോ? എങ്ങനെയെങ്കിലും ആരെ കണ്ടുപിടിച്ച് മുങ്ങണം. എന്തിവിടെ മുങ്ങുന്ന കാര്യം പറഞ്ഞു? നീ പറഞ്ഞു മുങ്ങുന്ന കാര്യം. മുങ്ങണമെന്നല്ല, പിന്നെ മുങ്ങാങ്കുഴി എന്ന കാര്യമാണ്. അല്ല അല്ല, രാമേട്ടൻ പണ്ട് സ്ഥിരം മുങ്ങാങ്കുഴി ഇടുമായിരുന്നു. ആണോ? സൂപ്പറാ. അറിയാലോ. അല്ല, ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയാലും ഞാൻ ഇപ്പൊ മുങ്ങാങ്കുഴി ഇടാം എന്ന് പറയരുത്. നമുക്ക് പോയിട്ടേ ഒരു ചായ അടിച്ചിട്ട് വരാം. ഞാൻ ചായക്കടക്കാരനാണെന്ന് തോന്നുന്നു കണിയേണ്ടത്. എന്താ പറയുന്നത്? എനിക്കിന്ന് വയറുവേനാണ്. വയറുവേന മാറുകൂടാ ചായ കുടിച്ചാലോ? ഇത് മാറൂല. മാറും. ഇത് കുറച്ചേരം ചുമ്മാ ഇരിക്കണം, അപ്പോഴേ മാറുള്ളൂ. ഉറപ്പാണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി ചായ കുടിച്ചിട്ട് പോയിട്ടോ. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നീ വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. നീ വാ, ഒരു ചായ അടിച്ചിട്ട് വരാമെന്ന്. പോരെ. അണ്ണാ ഒരു കാര്യം പറയട്ടാ. എന്താ? ഞാൻ കൂടെ വരട്ടാ. അല്ല, നിനക്ക് വയറുവേനയില്ലേ? നിങ്ങൾ പോവല്ലേ രണ്ടുപേരും? അല്ല കുഴപ്പമില്ല. അല്ല ഇനി പോകണ്ട. അല്ല, ചായ കുടിച്ചാൽ എനിക്ക് വയറുവേന കൂടും. നീ വാ. കൊണ്ട് പോവല്ലേ എന്റെ അണ്ണാ. കിട്ടാൻ പോണ പെണ്ണെടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ വീട്ടിൽ സമ്മതിക്കൂലല്ലോ. എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോണം. എങ്ങനെയെങ്കിലും സംസാരിച്ചേ പറ്റൂ. ആരോട് മിണ്ടിയും പറഞ്ഞിരിക്കുന്ന കാര്യമാടാ പറഞ്ഞത്? ഞാൻ ആരുടെ മിണ്ടിയും പറഞ്ഞിരിക്കണല്ല, ഞാൻ ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ മിണ്ടിയും പറഞ്ഞിരിക്കാലോ എന്ന് പറയായിരുന്നു. എന്നാ വാ, ഞാൻ ഉണ്ട്. നീ പറ വിശേഷങ്ങളാ. വിശേഷങ്ങളാ? പിന്നെ ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് ചോദിക്കണം വിചാരിച്ചേ. ചോര് അണ്ണനായിട്ട് കുറയ്ക്കണേ ചോര്. ഈ ദുബായിലൊക്കെ എങ്ങനെയാണ് സ്ഥലം കിട്ടുമോ? ഒരു സെന്റിനൊക്കെ എന്ത് വില വരും? ദുബായില അവിടെ ഇഷ്ടം പോലെ മരുഭൂമി കിടക്കുകയല്ലേ, ആ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കും. അണ്ണൻ ചോദിച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കും? ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ വേണ്ടേ. ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിലേ ഏതെങ്കിലും ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന സ്ഥലമായിരിക്കും. ഡിസ്പ്യൂട്ടാ? അല്ല, ചുമ്മാ ആരെങ്കിലും സ്ഥലം കൊടുക്കൂല. അത് വേണ്ട. അല്ലെങ്കിലും ഈ ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് നമുക്ക് വാഴൂല. അപ്പൊ അണ്ണ ഒരു കാര്യം ചെയ്യോ, അണ്ണ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഇരിയടാ, നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കടാ. നീ നിനക്ക് ആരും ഇല്ലാന്നല്ലേ പറഞ്ഞത്? പറയണമെന്നാണ് പറഞ്ഞേ. ഞാൻ വെള്ളം കുടിച്ചിട്ടൊന്ന് പറയാം. അണ്ണ എങ്ങ് പോവല്ലോ, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പിള്ളേരോട് പറഞ്ഞ വെള്ളം കൃത്യ സമയത്തേക്ക് എത്തി. ഇതൊന്നും മോളെ പരിപ്പോടാ ഇത്ര കിട്ടിയാ? ഇത്രയും കിട്ടിയില്ല, 20 രൂപയ്ക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അത് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ബാക്കി അങ്കിളുടെ പേരിൽ ഒരു പറ്റു തുടങ്ങിയാണ്. നിനക്ക് പറ്റും. ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. മക്കൾ ഇവിടെ ഇരിക്കണം. വേണ്ട, ഞാൻ എടുത്ത് കുടിച്ചോളാം. മക്കൾ ഇവിടെ അച്ഛന്റെ ഇവിടെ മിണ്ടിയും പറഞ്ഞു ഇരിക്കണം കേട്ടോ. പരിപ്പോടയും കൊടു. അണ്ണാ തിന്നണ്ണ പരിപ്പോട. വേണ്ട. ചിത്തിരി വീടറ ഇത്. മോള് കഴിച്ചോ? ചിത്തിരി വീട്. മോള്. പിന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഇന്നത്തെ പ്രത്യേകിച്ച് പരിപാടി അവളുമായിട്ട് അടി പിടിക്കണ്ടേ? ഞാൻ പോയി പരിപാടി. മോളെ. അയ്യോ അയ്യ, എന്താ എല്ലാം കൊള്ളാലോ. അല്ല, പണ്ടെന്ന് പറഞ്ഞാലേ ഞാനൊരു ദിവസം ഒരു 10 ആയെങ്കിലും കുടിക്കുമായിരുന്നു. രാവിലെ കക്കൂസി പോകുന്നതിന് മുമ്പ് കക്കൂസി ഇങ്ങോട്ട് നടന്നു പടി. അല്ല, നിനക്കെന്താ ഒരു സംസാരിക്കാനൊക്കെ ഒരു മടി? സാറിന് ഇങ്ങനെ അല്ലല്ലോ. എനിക്ക് അങ്ങനെ രഹസ്യം സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവൊന്നും ഇല്ലെന്ന് അറിയാലോ. അല്ല, അതിപ്പോ എന്തോ രഹസ്യം? ഞാനൊരു കാര്യം പറഞ്ഞാലേ പറയുവോ? ഇല്ലടി, നീ പറ. കുഴപ്പാവോ? ഒരു കുഴപ്പമില്ല. ഉറപ്പാണ്? ധൈര്യം. ഞാനും രാമേട്ടനും കൂടെ ഒരു ട്രിപ്പ് പോയാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. ടൂറോ? വർക്കല. വർക്കലല്ലോ. ഇത് നല്ല കാര്യമല്ലേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊക്കെ പോകാന്ന് പറഞ്ഞാലേ സന്തോഷമുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് ഇത് കിട്ടത്തില്ല. ഇതൊക്കെ ഒരു മതിരിക്കുന്ന ഓർമ്മകളായിട്ട് അങ്ങനെ പോകും. ശരിക്കും പറയുവാണോ? ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്നാ മണിക്കൂട്ടാന്ന് ഞാൻ വരാനോ നിങ്ങളുടെ കൂടെ? കുഴപ്പമില്ല. അത് വേണ്ട.
അത് നിങ്ങൾ രണ്ടുപേരും പോയാൽ മതി. അത് മതി. കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല. കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കൊള്ളാലേ? ഫോട്ടോ നോക്കി ഫോണും പിടിച്ചോണ്ടിരിക്കണേ. രാമേട്ടാ അവരൊക്കെ ഇപ്പൊ അമ്പലത്തിൽ പോയി ഇറങ്ങണം. പോണ്ടേ ഇന്ന്? വെറുതെ പോണ്ടേ? പോണോ? ആലോചിച്ചാലോ? 5-6 പ്രാവശ്യം ആലോചിച്ചേ. പോവാ. ഒരു സെക്കൻഡേ. നിങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നാ? നമ്മൾ വേറെ കാര്യം ഫോൺ നോക്കുമായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോണ്, വരുന്നോ? ആ ഞാൻ വരുന്നില്ല. ഞാനേ കുളിച്ചില്ല. ഇനി കുളിച്ച് ഉടുപ്പ് മാറി ഒരുപാട് താമസിക്കും. നിങ്ങൾ പോ. ആണോ? ഇന്നെന്തായാലും ഞാൻ വരുന്നില്ല. നാളെ എങ്ങാനും പോകണം. നേരത്തെ ചെയ്തിരുന്നുണ്ടായിരുന്ന? നീ പറയാത്ത ഞാൻ നീ അറിഞ്ഞു. നീ ഇവിടെ നിക്കണാ? നാളെ ഇറങ്ങിന് മുമ്പ് അവിടെ എത്തണ്ടേ? വാ പോണ്ടേ അമ്പലത്തില്? പോണം. റെഡി, ഞാൻ റെഡി. ചേട്ടനൊക്കെ റെഡി. ഇവള് വരണില്ലേ? അവള് വരുന്നില്ല. അവള് വരുന്നില്ലെങ്കിൽ പറഞ്ഞ നീ വാ. മണിക്കൂട്ടം താഴെ പുറത്തേക്കുന്നു. നീ വന്നില്ലേ? അപ്പൊ എല്ലാരും പോകുന്നുണ്ടാ? മക്കളാ? മക്കള് ഇളയത് വിടുന്നുണ്ട്. പിങ്കി മോള് വരുന്നുണ്ട്. മൂത്തവൾക്ക് പ്രാക്ടീസ് ഉണ്ടെന്ന് അവള് പോയി. അപ്പൊ അവളിവിടെ ഇല്ലേ? അവളില്ല. ഞങ്ങള് പോട്ടെ. അവരൊക്കെ ഇറങ്ങി. നീ വരണ? ഞാൻ കുളിച്ചില്ല. കുളിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ വിട്ടോ, ഞാൻ ജോയിൻ ചെയ്യാം. നിങ്ങളെ വിളിച്ച് പറയാം. നീ വാ, സമയം പോണു. വാ മണി. ശരി ശരി. ശരി, ടാറ്റ. ആരും ഇവിടെ ഇല്ല. പോവല്ലേ? പിന്നെ അല്ലാതെ മാമ ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. ചോദിക്കടി. മാമ പണ്ട് തുലാഭാരമൊക്കെ തൂക്കിയിട്ടുണ്ടാ? പണ്ടെന്നോ? ഈ അടുത്ത കാലം വരെ ഞാൻ തുലാഭാരം തൂക്കും. എത്രയോ തവണ. എനിക്ക് 10 വയസ്സുള്ളപ്പോഴേ, 15 വയസ്സുള്ളപ്പോഴേ, 20 വയസ്സുള്ളപ്പോഴേ, 30 വയസ്സുള്ളപ്പോഴേ. വലുതായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലാന്നേ കൂടുതലും തൂക്കിയിട്ടുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു തുലാഭാരം തൂക്കെന്ന് പറഞ്ഞാല് നിന്റെ ഒരു തൂക്കായിരുന്നടി. ഞാൻ തൂക്കിയിട്ടുണ്ടോ? എന്നെ തൂക്കിയിട്ടുണ്ടോ? പിന്നെ നിനക്കന്ന് ഒരു 5, 6, 7 വയസ്സൊക്കെ കാണും. എന്റെ അച്ഛന് ഭാർഗവൻ പിള്ള ഒരു നേർച്ച ചേർന്ന നമ്മുടെ കുടുംബക്ഷേത്രത്തില് നിനക്കൊരു തുലാഭാരം നേർന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വലിയ കൊല നോക്കി. വീട്ടിൽ ഇഷ്ടം പോലെ കൊലയുള്ളതല്ലയോ? 2 വലിയ കൊല നോക്കി വെട്ടിക്കൊണ്ട് നിന്നെയും കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയി നിന്നെ ഒരു ത്രാസിന്റെ ഒരു തട്ടിലിരുത്തി മറ്റേ തട്ടിലോട്ട് ഒരു വാഴക്കൊല വെച്ച് താഴുന്നില്ല. അടുത്ത വാഴക്കൊലയും വെച്ച് താഴുന്നില്ല. അപ്പൊ ഞാൻ കരുതി ഇനി ത്രാസിന്റെ തകരാറ് വല്ലതും ആണോ എന്ന് എനിക്കൊരു സംശയം. ത്രാസിന്റെ തട്ട് താഴാതെ വന്നപ്പോ ഞാൻ പിന്നെ അമ്പലത്തിന് വെളിയിൽ പോയി ഒരു 8-10 കൊലയും കൂടെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് വാഴക്കൊല. അത് മുട്ട വാഴക്കൊല. അതെല്ലാം കൂടെ പറക്കി തട്ടി വെച്ചപ്പോഴാണ് ഒരുവിധം നിന്റെ ത്രാസിന്റെ തട്ടി നീ ഇരുന്ന തട്ടൊന്ന് ചെറുതായിട്ട് പൊങ്ങിയത്. വേറെ കുഴപ്പമൊന്നുമില്ല, നിന്റെ വെയിറ്റിന്റെ പ്രശ്നമായിരുന്നു അന്നേ. നിങ്ങൾ ഇവിടെ കഥ പറഞ്ഞോണ്ടിരിക്കുന്ന പോണ്ടേ? പോണ്ടേ? വാ. അതാ ഞാനും ചോദിക്കുന്നത്. വാ വണ്ടി കയറി. അവർക്ക് ചോദിച്ചു. അല്ല കണ്ടവളേ തുലാഭാരം തൂക്കിയ കഥ അതൊക്കെ പോകുമ്പോ പറയാം. വാ. വർക്കല നമ്മൾ ആദ്യം എവിടെ പോവും? വർക്കല നമ്മൾ ആദ്യം ക്ലിഫിൽ പോകും. അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് ഫുഡ് അടിച്ചിട്ട് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം. കയറിക്കോ. ഞാൻ പറഞ്ഞില്ലേ രണ്ടും ഞെട്ട് വന്ന് രണ്ടും ഞെട്ടി. സത്യത്തിലെ രാമ, എനിക്ക് ഈ വർക്കല പറഞ്ഞതിലൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു. അണ്ണൻ താല്പര്യമില്ല. എന്താണ് ഇറങ്ങിക്കോണം? അല്ല, ഞങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ നിങ്ങളുടെ സന്തോഷമാണെങ്കിൽ എനിക്കും വലുത്. അതാ ഞാൻ വരാന്ന് വിചാരിച്ചത്. എല്ലാം പോട്ടെ. അണ്ണ എങ്ങനെ അറിഞ്ഞത്? എന്റെ അടുത്ത് മണിക്കുട്ടി പറഞ്ഞു. ചേട്ടത്തിയാ? എന്റെ അടുത്ത് മണിക്കൂട്ടൻ ചേട്ടൻ. എല്ലാ ക്രെഡിറ്റ്സും എന്റെ മാവനുള്ളതാണ്. മക്കളുണ്ടാടി ഇതിനകത്ത്? ഉണ്ട്. അല്ല ചിന്നു വന്ന് ഇതുപോലെ നിങ്ങൾ രണ്ടുപേരുടെ ഒരു ടൂറിന് പോകുന്ന പറഞ്ഞപ്പോ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കാക്കി വിടുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യമല്ലോ. അങ്ങനെയാണ് ഞങ്ങള് കൂട്ടായിട്ട് നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തത്. അതാകുമ്പോ മറ്റേ പൊരിയൊക്കെ വാങ്ങിച്ച ഷെയർ ചെയ്യ ഒരാളായല്ലോ. കണ്ണൊക്കെ നിറഞ്ഞ് ചിന്നു ഹാപ്പി ആയല്ലോ അല്ലേ?